കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മിന്നൽ നീക്കം സർജിക്കൽ സ്ട്രൈക്ക് CPM-ഉം സംസ്ഥാന സർക്കാരും അടിമുടി പതറിയിരിക്കുകയാണ്. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ മരണത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കവേ സംസ്ഥാന സർക്കാരിനെതിരെ മിന്നൽ നീക്കവുമായി സർജിക്കൽ സ്ട്രൈക്കുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെ ചാൻസലർ എന്ന നിലയിൽ സർവാധികാരി താൻ തന്നെയാണെന്നാണ് സർക്കാരിനുള്ള സന്ദേശം. കേരളത്തിലേത് മികച്ച പോലീസ് സേനയാണെന്ന് പറഞ്ഞ ഗവർണർ ഭരിക്കുന്ന പാർട്ടി സമ്മതിച്ചില്ലെങ്കിൽ അവരെങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യവുമായി സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും മുന്നമിടാനും മറന്നില്ല. സർവകലാശാലകളിലെ ഹോസ്റ്റലുകൾ SFI താവളമാണെന്നും അവരത് ക്രിമിനൽ അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നുമാണ് വിമർശനം. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണെന്നും ഗവർണർ പറഞ്ഞു. SFI പോപ്പുലർ ഫ്രണ്ട് ബന്ധമെന്ന ആരോപണവും CPM-നെ ലക്ഷ്യമിട്ട് തന്നെയാണ്. ഒരു സർവകലാശാലയിൽ അനിഷ്ട സംഭവം ഉണ്ടായാൽ ഉടനടി VC-ക്കെതിരെ നടപടിയെടുക്കുന്ന പതിവില്ല. അതിനാൽ അസാധാരണമാണ് ഗവർണറുടെ ഇപ്പോഴത്തെ തീരുമാനം. അടിയന്തര ഘട്ടത്തിൽ ഏത് അധികാരികൾക്കെതിരെയും നടപടിയെടുക്കാൻ വെറ്റിനറി സർവകലാശാല നിയമത്തിലെ 8-ാം വകുപ്പിൽ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ചാണ് സസ്പെൻഷൻ. ഒരു കുറ്റകൃത്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും പതിവുള്ളതല്ല. സർവീസിലുള്ള ജഡ്ജിയെ അന്വേഷണത്തിന് ലഭിക്കുന്നതും എളുപ്പമല്ല. ഒടുവിൽ വിരമിച്ച ജഡ്ജി അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടേക്കാം. ഇല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടലിനുള്ള വഴി ഒരുക്കുകയാണ് ഗവർണർ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല ഗുരുതരമായ അലംഭാവം കാണിച്ചെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. 18-ന് മരണം നടന്നെങ്കിലും സർവകലാശാല അധികൃതർ അനങ്ങാൻ 4 ദിവസമെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും VC-യോ ഡീനോ ഉൾപ്പെടെയുള്ളവരോ ഗൗരവത്തോടെ കണ്ടില്ല. തുടർന്ന് നീതി തേടി സിദ്ധാർത്ഥന്റെ അച്ഛൻ 26-ന് ഗവർണറെ സമീപിച്ചു. അടിയന്തര നടപടി നിർദ്ദേശിച്ച് ഗവർണർ DGP-ക്ക് കത്തയച്ച ശേഷമാണ് പോലീസ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത്. ഇതിനിടയിലൊന്നും സംഭവത്തിന്റെ ഗൗരവം ചാൻസലറെ അറിയിക്കാൻ VC തയ്യാറായില്ലെന്നാണ് വിമർശനം. ഗവർണർ VC-യോട് റിപ്പോർട്ട് തേടിയിരുന്നു. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കളെ കാണാൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴും VC ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് മുതിർന്നില്ല. ഇങ്ങനെ ദാരുണ മരണമുണ്ടായി 2 ആഴ്ചയായിട്ടും കാര്യമായ ഒരു നടപടിയും ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് ഗവർണർ ഇടപെട്ടതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളുടെ വിശദീകരണം.